ഈ ഒരു വീഡിയോ രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതേപോലെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മക്കൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അല്ലേ? ആ ഫോണിൽ എത്രത്തോളം സെറ്റിങ്സുകൾ നമുക്ക് സേഫ്റ്റിക്കായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാറുമില്ല. നമ്മളങ്ങോട്ട് ഫോൺ കൊടുക്കും. ഏതെങ്കിലും മാൽവെയർ ആയിട്ടുള്ള ലിങ്കുകൾ വഴിയൊക്കെ അശ്ലീലമായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നമുക്ക് അല്പമെങ്കിലും ഒരു നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അത് തടയാൻ പറ്റും. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ DNS സർവറിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അത്തരം വെബ്സൈറ്റുകളിലേക്കൊക്കെ പോകുന്നത് തടയാൻ പറ്റും. അതായത് നമുക്കറിയാൻ പറ്റും, വെബ്സൈറ്റിൽ പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ ഓരോ ക്രോം ബ്രൗസറിലൊക്കെ ഉണ്ട്, പല ബ്രൗസറിലും ഉണ്ട്. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ DNSൽ തന്നെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്കത് തടയാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതെല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. മെയിനിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താലും കിട്ടും. മെനുവിലുണ്ടാവും സെറ്റിങ്സ്. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെർച്ച് ബാർ ഉണ്ടാവും ഏറ്റവും മുകളിൽ. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രൈവറ്റ് DNS, ഞാനിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക, പ്രൈവറ്റ് DNS. അപ്പോൾ തന്നെ അവിടെ പ്രൈവറ്റ് DNS എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കണ്ടില്ലേ, പ്രൈവറ്റ് DNS ഓട്ടോയിലാണ് കിടക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വെബ്സൈറ്റും ആക്സസ് ഉണ്ട്. ഇപ്പോൾ അതിൽ ആണ് നമ്മൾ മാറ്റം വരുത്താൻ പോണത്. അപ്പോൾ ആ പ്രൈവറ്റ് ഏറ്റവും അടിയിലുള്ള പ്രൈവറ്റ് DNSൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കോൺഫിഗർ പ്രൈവറ്റ് DNS. നമുക്ക് വേണ്ടത് ഏറ്റവും അടിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അതുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് family.adguard DNS. അതേപോലെ തന്നെ ആ ഒരു ലൈനെല്ലാം വേണം കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ അവിടെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള സംഭവം കാണാൻ കഴിയും. ഇത്തരം സെക്യൂരിറ്റികളായിട്ടുള്ള ഈ ഒരു സംഭവം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകൾ, അത്തരം വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ പിന്നെ ആ ഒരു ഫോണിൽ വർക്ക് ചെയ്യൂല. 100% നമുക്ക് സെക്യൂരിറ്റി കിട്ടും. പിന്നെ നമുക്കറിയാൻ പറ്റും, ഓരോരോ പരസ്യങ്ങളും മറ്റും കാണുന്നത് തടയാനുള്ള ഒരുപാട് ടിപ്സുകളുണ്ട്. തുടർന്നും ഞാൻ അത്തരം ടിപ്സുകൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും. എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതേപോലെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം സെറ്റിങ്സ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറേ ഉള്ളൂ. ഇതുപോലും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.